ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നാളെ ട്രേഡ് ചെയ്യാനുള്ള നല്ല സ്റ്റോക്സുകൾ റെക്കമെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു ഹിൻഡ് കോപ്പർ. അപ്പോൾ നമുക്ക് ആദ്യം ഹിൻഡ് കോപ്പറിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം ഇന്നത്തെ. അപ്പോൾ ഹിൻഡ് കോപ്പർ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രെൻഡ് ലൈനും അതുപോലെ സപ്പോർട്ട് ലെവലും മാർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടുന്ന് ബൈയിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. എക്സാക്ട് നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാമെന്ന്. എക്സാക്ട് അത് ആ ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം 4.5% അത് അപ്സൈഡ് പോയിന്റായിരുന്നു. അപ്പോൾ മോർണിംഗ് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് വന്നിരുന്നു. അതിനുശേഷം ഇവിടെ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയും അധികം താഴേക്ക് വന്നില്ല, കുറച്ചൊന്ന് റിവേഴ്സ് ചെയ്ത് വീണ്ടും നമ്മുടെ ട്രെൻഡ് ലൈന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ബുള്ളിഷ് ആണ്, അതുകൊണ്ട് തന്നെയാണ് അത് റിവേഴ്സ് ചെയ്തത്. ഇപ്പോഴും ഈ ഹിൻഡ് കോപ്പർ നമ്മുടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് കയറി പോവാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 19 ദിവസമായിട്ട് ഇതേപോലെ സ്റ്റോക്കുകൾ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഓൺ ദി സ്കാനർ സെഗ്മെന്റിൽ വ്യൂസും കമന്റ്സും ഒട്ടും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെഗ്മെന്റ് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ സ്ട്രാറ്റജീസ് വീഡിയോസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു വീഡിയോ കാണാൻ ശ്രമിക്കുക, ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നുള്ള വീഡിയോ. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ വോളിയം കയറി വരുന്ന സ്റ്റോക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ വോളിയം കയറി വരുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് ടെർമിനലിൽ ഹൈ വോളിയം വരുന്ന സ്റ്റോക്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അതിൽ നമ്മളൊരു നല്ല വോളിയം കയറി വരുന്ന ടോപ്പ് 5 or 10 സ്റ്റോക്സുകൾ സെലക്ട് ചെയ്ത് മാനുവലായിട്ട് ഓരോ സ്റ്റോക്സുകളുടെ ചാർട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഏതെങ്കിലും സ്റ്റോക്കുകളിൽ ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ വോളിയം കയറി വരാണെങ്കിൽ, അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ വോളിയം ഇതുപോലെ കാണുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ ഇതുപോലെ ട്രെൻഡ് ലൈനും സപ്പോർട്ട് മാർക്ക് ചെയ്ത് അതിൻ്റെ ബ്രേക്ക്ഔട്ട് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ പോയിരുന്നെങ്കിൽ ഞാൻ നിഫ്റ്റി അതുപോലെ ക്രൂഡ് ഓയിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒട്ടും വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നാണ് തൽക്കാലം വിചാരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ നല്ല വ്യൂസ് വരുന്ന ടൈമിൽ ഞാൻ വീണ്ടും ഈ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ പണ്ടത്തെ പോലെ പുതിയ സ്ട്രാറ്റജീസ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 19 ദിവസം ചെയ്തതിൽ നമുക്ക് ഒരു ദിവസം മാത്രമാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്ക് ടാർഗറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങൾ ഈ ഒരു ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി വീഡിയോ കാണാം. അതിനുശേഷം ഈ തുടർച്ചയായിട്ടുള്ള ഈ 19 വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് ഇത് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ സ്റ്റോക്ക് ഓൺ ദി സ്കാനർ സെഗ്മെന്റ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നാളെ മുതൽ പുതിയ ഒരുപാട് സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.